നമസ്കാരം. അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇറാനെ ഏറ്റവും അധികം സഹായിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ സ്പൈ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇനി ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും പ്രധാനമായും ചൈനയാണ് കൊടുക്കുന്നത്. എന്നാൽ കുറച്ച് ഭാഗം റഷ്യയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ആക്രമണ മുറയാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ നടത്തുന്നത്. അതായത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ മുട്ടുകുത്താതെ ഇറാനെ കാത്തു സംരക്ഷിക്കുന്നത് പ്രധാനമായും ചൈന എന്നുള്ള കാര്യം ഇപ്പോൾ പുറം ലോകത്തിന് മനസ്സിലായിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ചൈനയുടെ TEE-01B എന്ന സ്പൈ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇറാന് ലഭിക്കുന്നത്. അതിനനുസരിച്ചാണ് ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ളൊരു സ്പർദ്ധയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇസ്രായേലും അമേരിക്കയുടെയും സംയുക്ത സൈന്യം അത് ചൈനയിലേക്ക് കൂടിയുള്ളൊരു ആക്രമണം നടത്തുമോ? അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ തീർച്ചയായും അത് ഒരു ലോക മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. അത്തരത്തിലൊരു ലോക മഹായുദ്ധം ഒരു കാരണവശാലും നടക്കാൻ പാടുള്ളതല്ല. എന്തായാലും ഈ രീതിയിലാണ് പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഇറാനെ സഹായിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇറാൻ്റെ ഓയിൽ വളരെ നല്ല രീതിയിൽ വളരെ ലാഭകരമായി തന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചൈന വീണ്ടും ഇതിൽ നിന്ന് ലാഭം കൊയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഉപരോധം നടക്കുമ്പോൾ അത് ചൈനയെ വലിയ രീതിയിൽ ബാധിക്കും. അല്ലാതെ യുദ്ധം നടക്കുമ്പോൾ ചൈനയ്ക്ക് യുദ്ധം നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഏറ്റവും അധികം ഓയിൽ വളരെയധികം വിലക്കുറവിൽ ലഭിക്കുന്നത് ചൈനയ്ക്ക് ഈ സമയത്താണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയ്ക്ക് കുറച്ചും കൂടെ വില കൂടി ചിലപ്പോൾ ലഭ്യമാകുന്നതിന് കാരണമായേക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ചൈനയ്ക്ക് വളരെ ലാഭകരമായ രീതിയിൽ തന്നെ വളരെ ലാഭകരമായ രീതിയിലാണ് ഈ ഓയിൽ ലഭ്യമാകുന്നത്. അതിനുശേഷവും ചൈന യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധം സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും ചൈനയ്ക്ക് ഈ രീതിയിൽ തന്നെ എണ്ണ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ചൈന നീക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ ഇപ്പോൾ ചൈനയെ ആശ്രയിച്ചാണ് ഈ യുദ്ധം മുന്നോട്ട് നീക്കുന്നത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. നേരത്തെ തന്നെ ഒരു സൗദി അറേബ്യയുടെ ഭാഗത്തുള്ളതുമായ ഖത്തറിൻ്റെ ഭാഗത്തുള്ളതുമായ ചില ഓയിൽ പൈപ്പ് ലൈനുകളിൽ പോലും ആക്രമണം നടത്തിയത് ചൈന നൽകിയ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നേരത്തെ തന്നെ പുറം ലോകത്തിന് സംശയമുണ്ടായിരുന്നതാണ്. അമേരിക്കയ്ക്കൊക്കെ സംശയമുണ്ടായിരുന്നത് ഇപ്പോൾ അത് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ്റെ അകത്തെ ഉൾപാർട്ടി ആഭ്യന്തരമായിട്ട് ഇറാൻ ഒരു വലിയ നല്ലൊരു പൊസിഷനിലൊന്നുമല്ല, വളരെ ആരോഗ്യകരമായൊരു സിറ്റുവേഷനിലൊന്നുമല്ല ഇറാനിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. IRGCയും അവിടുത്തെ താത്കാലിക ഭരണകൂടവും തമ്മിലുള്ള സ്പർദ്ധ, അവർ തമ്മിലുള്ള വൈരുദ്ധ്യം, അവർ തമ്മിലുള്ള ഒരു ഉൾപ്പോര് വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അറിവാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇറാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല. കാരണം അവിടുത്തെ സാധാരണ ജനത മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം വരുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇനി IRGC വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അത് വലിയ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കും. കാരണം IRGC അതിഭയാനകമായ ഒരുപക്ഷെ ഖമേനി ഭരണകൂടത്തേക്കാൾ ഭയാനകമായ രീതിയിൽ മതപരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ്. മതനിയമങ്ങൾ കാർക്കശ്യ സ്വഭാവത്തോടുകൂടി നടപ്പിലാക്കുന്ന IRGC അവിടെ അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടുമേ അത് ഭൂഷണമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഇറാനിലുള്ള താത്കാലിക ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തുവാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവരോടൊപ്പം അമേരിക്കയും ഇസ്രായേലും ഒക്കെ നിന്നാൽ തീർച്ചയായിട്ടും ഇത് വലിയ, അതായത് ഇവർക്ക് IRGC മറ്റെല്ലാ എതിർപ്പുകളിൽ നിന്നും മോചനം നേടിയെടുത്താലും ഇപ്പോൾ ഈ പറയുന്ന ആഭ്യന്തരമായി അവർക്ക് നേരിടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുകയില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇറാനിൽ ഇത് അതിരൂക്ഷമായ കലാപത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കുമൊക്കെയാണ്
പോകുന്നത്. പക്ഷേ ഈ ഇറാൻ വിഷയം ഒത്തുതീർപ്പാക്കാൻ പോയ പാകിസ്ഥാനും ഇതേ രീതിയിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോൾ തന്നെ 42% ഭീകരവാദം വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. എണ്ണ പ്രതിസന്ധി അതീവ രൂക്ഷമായിട്ട് പാകിസ്ഥാനിൽ തുടരുകയാണ്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു മോചനം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞപ്പോൾ തന്നെ ഈ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടി അസിം മുനീറും സംഘവും ചാടി വീണത്. എന്നാൽ ചാടി വീണ് അവിടെ സെറീന ഹോട്ടലിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയെങ്കിലും, ആഗാഖാൻ നെറ്റ്വർക്കിലുള്ള സെറീന ഹോട്ടലിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയെങ്കിലും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ ഹോട്ടലിലെ ബില്ലടയ്ക്കുവാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ അടിമുടി കടത്തിലാണ്. ഇപ്പോൾ അവരുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പാകിസ്ഥാൻ അടിമുടി കടത്തിലാണ്. എങ്ങനെയാണ് ദൈനംദിനമായിട്ടുള്ള സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്ന് പോലും കാര്യത്തിൽ വലിയ സംശയത്തിലാണ്, അങ്കലാപ്പിലാണ്. അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾ ഏറെക്കുറെ അടഞ്ഞു കിടക്കുകയാണ്. വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. വളരെ കുറച്ച് അപൂർവം വിദ്യാലയങ്ങൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഓൺലൈനിലാണ് പ്രവർത്തിക്കുന്നത്. ഓൺലൈനിൽ ഗ്രാമാന്തരങ്ങളിലുള്ള വിദ്യാലയങ്ങൾ ഓൺലൈൻ പ്രവർത്തന സൗകര്യവും ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ പെട്രോൾ ഇന്ധനത്തെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജ്യമാണ്. ഇത്തരം പെട്രോൾ ഇന്ധനത്തെ ഉപരിയായ മറ്റു ഊർജ്ജ ഉപഭോഗത്തിനൊന്നും പാകിസ്ഥാനിൽ ഒരു സാധ്യതയുമില്ല. കാരണം ആ മേഖലയിലൊന്നും പാകിസ്ഥാൻ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സോളാർ എനർജിയോ വിൻഡ് എനർജിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള എനർജിയോ ഒന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ കുറച്ച് കാശ് അടിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പാകിസ്ഥാൻ ഇതിൽ ഉദ്യമത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. നേരത്തെയൊക്കെ അമേരിക്ക പറഞ്ഞത് കേട്ടിട്ട് പാകിസ്ഥാന് കൈപൊള്ളിയിട്ടുണ്ട് പല കാര്യത്തിലും. 1970-കൾ മുതൽ അഫ്ഗാനിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ പോലും പാകിസ്ഥാന് കൈപൊള്ളിയിട്ടുണ്ട്. അവിടെ റഷ്യയുടെ അപ്പോഴത്തെ ഭരണകൂടവും അഫ്ഗാൻ രാജാവുമായിട്ട് വളരെ നല്ല ടേംസിലായിരുന്നു. അതിനെ തെറ്റിപ്പിച്ചുകൊണ്ട് അവരെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഭീകരവാദ സംഘടനയെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പോലും പാകിസ്ഥാൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പാകിസ്ഥാൻ മുന്നോട്ട് പോകുകയും പിന്നീട് പിൽക്കാലത്ത് അമേരിക്ക ഇതേ അൽ-ഖ്വയ്ദയ്ക്ക് നേരെ തിരിയുകയും താലിബാന് നേരെ തിരിയുമ്പോൾ അപ്പോഴും അമേരിക്കയെ സഹായിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഈ പാകിസ്ഥാനെ നിഷ്കരണം അമേരിക്ക പുറന്തള്ളുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ വീണ്ടും വാലാട്ടിയായി നിൽക്കുന്ന പാകിസ്ഥാനെ വിളിച്ചു. പാകിസ്ഥാന് കാശിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഓടിയെത്തുകയായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയി. പാകിസ്ഥാൻ ഇനി ഒരു പൈസ ഒരിടത്തുനിന്നും കടം കിട്ടില്ല. UAE അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഈ മാസത്തിനകം തന്നെ കടം കൊടുത്തു തീർക്കണമെന്ന്. ഇനി സൗദി അറേബ്യയുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല. കാരണം വലിയ സൈന്യ സഹായമൊന്നും ഈ സമയത്ത് പോലും പാകിസ്ഥാൻ കൊടുത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അതേസമയം മധ്യേഷ്യയെ സംബന്ധിച്ചിടത്തോളം, പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ യാഥാർത്ഥ്യം. എന്തായാലും ഈ രീതിയിലാണ് ആ പശ്ചിമേഷ്യൻ മേഖലയും മധ്യേഷ്യൻ മേഖലയും ഒക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ചൈന തന്നെയാണ്. ചൈന കൊടുക്കുന്ന ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയെ സത്യത്തിൽ ഇറാൻ വലിയ രീതിയിൽ തന്നെ അംഗീകരിക്കുമെന്നും ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകും എന്നൊക്കെയാണ് പലരും ധരിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേ നമ്മളൊക്കെ കണക്ക് കൂട്ടിയിരുന്നു ഇറാൻ ഒരു കാരണവശാലും ഇത് ചെയ്യില്ല. കാരണം ഇറാന് വളരെ ശക്തമായ പിന്തുണയുണ്ട് റഷ്യയുടെ ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തുനിന്നും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇപ്പോഴില്ല. പക്ഷേ ചൈനയെ എല്ലാ സമയത്തും വിശ്വസിക്കാൻ പറ്റില്ല. കാലുമാറ്റത്തിൻ്റെ ഉസ്താക്കന്മാരാണ് ചൈന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം അവസാനിച്ച് എല്ലാം ഒത്തുതീർപ്പ് ആയാലും ചൈനയെ പിന്നീട് ഇറാന് മനസ്സിലാക്കേണ്ടി വരും. ഇറാൻ്റെ എല്ലാ രീതിയിലും ഒരു പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ ഇറാനെ ആ സമയത്ത് ചൂഷണം ചെയ്യുന്നത് കൂടി ചൈനയായിരിക്കും. അങ്ങനെയാണ് ചൈനയുടെ മുൻ അനുഭവമൊക്കെ. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യമെടുത്താലും ആഫ്രിക്കയിൽ പോലും പല രാജ്യങ്ങളിലും ചൈന ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചൈന ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയതിന് ശേഷം ആ രാജ്യങ്ങളെ അപ്പാടെ വിഴുങ്ങുകയായിരുന്നു ചൈന. അത്തരത്തിലുള്ളൊരു സാമ്രാജ്യത്വ നയമാണ് ചൈന പിന്തുടരുന്നത്. ഒരുപക്ഷേ ഇറാനും ഈ അവസ്ഥ തന്നെ വന്നു ചേരും. ഒരുപക്ഷേ എന്നല്ല, കൃത്യമായി വന്നു ചേരും. കാരണം ചൈന എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷനാണ്, ചൂഷണമാണ്. ചൂഷണ നയത്തിൻ്റെ ഉസ്താക്കന്മാരാണ്. ചൂഷണ നയം കണ്ടെത്തിയത് പോലും ചൈനയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് എല്ലാ ഭാഗത്തുള്ള സ്വത്തുവകകളും അതോടൊപ്പം തന്നെ
ആ ഭാഗത്തുള്ള ഭൂമിയും ഒക്കെ ചൈനയോടൊപ്പം ചേർത്താൽ കൊള്ളാമെന്ന ചിന്ത കൂടിയുണ്ട്. എന്തായാലും ചൈന ഈ രീതിയിൽ ഇറാനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇറാൻ അത് വലിയ ദോഷകരമായൊരു സാഹചര്യം തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.